ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ പുത്തൂർ മുതൽ കുമ്പളം മാവിനഘട്ട വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു ആകാശ കാഴ്ചയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു. മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. എല്ലാ സ്പാനിൻ്റെയും ഈ ജോയിൻ്റ് അവസാന ഘട്ടത്തിൽ വർക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന സ്പാനിൻ്റെ ഇടയിലുള്ള ജോയിൻറ്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്രോച്ച് റോഡ് നേരത്തെ റെഡിയായതാണ്. ഇതിൻ്റെ പണി കഴിഞ്ഞാലും മൊഗ്രാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ പണി വേഗം തീർത്താലേ ഈ ഭാഗത്തുള്ള യാത്രാ ബുദ്ധിമുട്ടിനുള്ള പരിഹാരം ആവുകയുള്ളൂ. കാരണം പറഞ്ഞാൽ ഇപ്പം അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടാലേ ഈ പാലത്തിലേക്കുള്ള ആക്സസ് കിട്ടുകയുള്ളൂ. മഴയ്ക്ക് കുറച്ച് ശമനം വന്നതോടുകൂടി ഇപ്പോൾ വർക്കുകൾ ULCCS സ്പീഡാക്കി തുടങ്ങിയിട്ടുണ്ട്. താഴെ KSRTC കർണാടക KSRTCൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ബൈക്ക് കുടുങ്ങിയിട്ടുണ്ട്. ബൈക്കല്ല, സ്കൂട്ടി കുടുങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ കുറച്ചും കൂടി വർക്കുകൾ ബാക്കിയുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ തീരുമ്പോഴേക്കും ഈ വർക്കുകൾ എനിക്ക് തോന്നുന്നത് കഴിയുമെന്നാണ്. പിന്നെ പാലത്തിൻ്റെ മാത്രം വർക്ക് കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മൊഗ്രാൽ ഭാഗത്തേക്കുള്ള അണ്ടർപാസ് ഉണ്ടല്ലോ, അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഒരു സൈഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ടാറിങ് പ്രവൃത്തി. മറു സൈഡിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തി ഉള്ള ബാക്കിയുള്ള പ്രവൃത്തികൾ ഇനി പെൻഡിങ്ങിലുണ്ട്. ഇപ്പം ചിലപ്പം മഴക്കാലം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മണ്ണിട്ട് ഉയർത്തുന്ന ബാക്കി വർക്കുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അവർ സ്പീഡാക്കിയാൽ വേഗത്തിൽ അതിലൂടെ നമുക്ക് യാത്രകൾ പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നത് സ്പീഡാക്കിയാൽ ചിലപ്പോൾ അടുത്ത് തന്നെ 2 മാസത്തിനുള്ളിൽ തന്നെ അതുവഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഭാഗത്താണ് ജോയിൻറ്റ് സ്പാൻ്റെ വർക്ക് നടക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ സ്പാൻ്റെയും ജോയിൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ ഇരു സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്ക്, കോൺക്രീറ്റ് വർക്കുകൾ കുറച്ചും കൂടി നടക്കുക. 2 സ്പാൻഡുകളും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. പിന്നെ ഈ നടപ്പാതയുടെ കൈവരികളും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് കാണാം, ഏകദേശം മനസ്സിലാവും. നല്ല താഴ്ത്തിയിട്ടാണ് ഡ്രോണ് പറപ്പിക്കുന്നുള്ളത്, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും.
ഈ ഭാഗത്താണ് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത്. ഇനി കുറേ ഉയർത്താനൊന്നുമില്ല, ഇനി കുറച്ച് ഭാഗം മാത്രമാണ് ഏകദേശം വർക്ക് ഉള്ളത്. ഇപ്പം മഴ ഏകദേശം കുറഞ്ഞതോടെ ഇനി വർക്കുകൾ സ്പീഡാക്കും എന്നാണ് കരുതുന്നത്. മൊഗ്രാൽ റോഡിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറുവശത്ത് കൂടി വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അതേപോലെ തന്നെ മൊഗ്രാൽ ഹൈസ്കൂളിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായ ഗ്രൗണ്ടും സ്കൂളിൻ്റെ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ വലതുവശത്തൊരു വീട് ഇപ്പോഴും കേസിൽ തന്നെയാണ്. ആ കാരണത്താലാണ് ആ ഭാഗത്ത് വർക്ക് നടക്കാത്തത്. പിന്നെ മൊഗ്രാൽ ടൗണ് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഇടതുവശത്തെ ഭാഗങ്ങളിൽ നടപ്പാതയുടെ വർക്ക് നടന്നു വരികയാണ്. അപ്പം ഇൻ്റർലോക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നടപ്പാതയിലേക്ക് വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ മുകളിലായിരിക്കും ഈ ഇൻ്റർലോക്ക് പാകുന്നത്. പിന്നെ ഇവിടുന്ന് ഏകദേശം മാവിനകട്ട വരെ സർവീസ് റോഡും മെയിൻ റോഡൊക്കെ ടാറിംഗ് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ നിലവിൽ വലതുവശത്ത് 3 വരി പാതയിലൂടെയാണ് വാഹനങ്ങൾ മൊഗ്രാലിലേക്ക് വരുന്നത്. അതായത് മംഗലാപുരം ഭാഗത്തു നിന്ന് മൊഗ്രാൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുന്നത് 3 വരി പാതയിലൂടെയാണ്. പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. പെർവാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗങ്ങളിലൊക്കെ. ഇപ്പോൾ കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി നടക്കേണ്ടത്. ഇപ്പം മഴ കഴിഞ്ഞതിനാൽ ആ വർക്കും ഇനി എത്രയും പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, മാവിനകട്ട വരെയാണ് ഇന്നത്തെ വീഡിയോ. അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി കൊടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.
ടേക്ക് കെയർ, ബൈ ബൈ. മുഴുവനും വീഡിയോ കാണാൻ ശ്രമിക്കുക, ഫുൾ സ്ക്രീനായി തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.